റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 2ാമത്തെ പാഠം അതിൻ്റെ വർക്കുകളാണ് നോക്കുന്നത്. ഇവിടെ ഒരു പശുവിൻ്റെ ചിത്രം കൊടുത്തിട്ട് പശുവിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പശുവിൻ്റെ പേര് പശുവിന് എന്താണോ അറബിയിൽ പറയാതെ ഇവിടെ എഴുതിയാൽ കൃത്യമാകും. എന്താണ് പശുവിന് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പശുവിന് എന്താണ് പറയുക എന്നും എപ്പോഴാണ് ഹാദയും ഹാദിഹയ്ക്ക് ഉപയോഗിക്കുക എന്നൊക്കെ കൃത്യമായി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പശുവിന് എന്താണ് പറയുക? ഇതിവിടെ ഹാദിഹി എന്നുണ്ടായതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. അവസാനം താ ഉണ്ടാകും. പശുവിന് ബഖറത്തുൻ എന്നല്ല പറയാം, ബഖറത്തുൻ. അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ ദീക്കുൻ എന്നുണ്ട്. ഡാഷ് ദീക്കുൻ, ഒരു പൂവൻകോഴിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൂവൻകോഴിയാണ് എന്നാണ് അർത്ഥം വരിക. ഇനി ഇവിടെ ഹാദയാണോ ഹാദിഹയാണോ ഉപയോഗിക്കുക? ഇവിടെ ലാസ്റ്റ് താ ഇല്ല. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഹാദ എന്നല്ല ഉപയോഗിക്കുക. നമ്മൾ പഠിച്ചല്ലോ, ഹാദ ദീക്കുൻ. ഇനി ഇവിടെ ഒരു പൂവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പൂവിനെ നമ്മൾ 1ാമത്തെ പാഠത്തിൽ പൂവിൻ്റെ ചിത്രമൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ പേരൊക്കെ നമ്മൾ പഠിച്ചല്ലോ. എന്താണ് പറയുക? പൂവിന് സഹറത്തുൻ എന്നല്ല നമ്മൾ 1ാമത്തെ പാഠത്തിൽ അന സഹറത്തുൻ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ആ പൂവിൻ്റെ പേര് ഇവിടെ ഇത് സഹറത്തുൻ. ഇനി നോക്കുക, ലാസ്റ്റ് താഴുണ്ട്. അപ്പോൾ ഹാദയാണോ ഹാദിഹിയാണോ ഉപയോഗിക്കുക? ഹാദിഹിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഹാദിഹി എന്ന് എഴുതാം. ഹാദിഹി സഹറത്തുൻ എന്നാണ്. ഇനി 4ാമത്തെ അവസാനത്തെ നോക്കൂ. ഇവിടെ ഒരു അണ്ണാൻ്റെ ഫോട്ടോ ഉണ്ട്. അണ്ണാൻ്റെ. അപ്പോൾ അണ്ണാനെ നമ്മൾ എന്താ പറയുക? 1ാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ, സിഞ്ചാബൻ എന്നാ പറയുക. സിഞ്ചാബൻ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് എഴുതാം, സിഞ്ചാബൻ. സിഞ്ചാബൻ. ഇനി ഹാദയാണോ ഹാദിഹിയാണോ ചേർക്കേണ്ടത്? അതിന് നമുക്കിവിടെ ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ താ ഒന്നുമില്ല. അപ്പോൾ ഹാദ എന്നാണല്ലോ ചേർക്കേണ്ടത്, നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഹാദ സിഞ്ചാബുൻ, ഇത് അണ്ണാനാണ് എന്നർത്ഥം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇവിടെ അടുത്ത വർക്ക് നോക്കൂ. നഖ്റഉ മിനൽ ഖുർആൻ, ഖുർആനിലുള്ളത് വായിക്കാനാണ്. എന്താണ്? ഇന്ന ഹാദിഹി തദ്കിറത്തുൻ. ഇവിടെ നമ്മൾ പഠിച്ചത് ഏതാ? ഹാദിഹി. ഇതാ തദ്കിറത്തുൻ എന്ന് പുറത്ത് വന്നിട്ടുണ്ട്, താ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹാദിഹിയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി അടുത്ത് നോക്കൂ, ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഇവിടെ നമ്മൾ ഹാദത, ഇവിടെ ബൈത്ത് നമ്മൾ പറഞ്ഞ ഈ താ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹാദയാണ് ഉപയോഗിച്ചത് അല്ലേ? ഈ താ ഇല്ല. ഈ താ ഉണ്ടെങ്കിൽ ഹാദിഹി അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഈ താ മാത്രം നോക്കിങ്ങാണ്ട് ഈ താ കാണുമ്പോൾ ബാത്താ കാണുമ്പോൾ എഴുതാൻ വേണ്ടി, പിന്നെ ബാത്താ കാണുന്ന സമയത്ത് ഹാദിഹി എഴുതി വെക്കരുത്. എല്ലാ താവും അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വരുമ്പോഴല്ല, ഈ താ വരുമ്പോഴാണ്. ഹാ താ എന്നുള്ളതിന് പറയാം. ഈ താ വരുമ്പോഴാണ് ഹാദിഹി ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവട്ടെ. ഇനി ഇവിടെ ഒന്ന് നോക്കൂ, ഞാൻ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഹാദിഹിയൊക്കെ കൂട്ടിങ്ങാണ്ടൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഫസ്റ്റ് നോക്കൂ, അഹുൻ എന്നാണ്. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പോൾ ഇത് സഹോദരനാണ് എന്നുള്ളത് നമുക്കിങ്ങനെ കൊടുക്കുക. ഏതാണ് കൊടുക്കുക? ഹാദയാണോ ഹാദിഹിയാണോ കൊടുക്കുക? ചേർക്കാനുള്ളത് ഹാദ, അതുപോലെ തന്നെ ഹാദിഹി. എന്താണ് ചേർക്കാനുള്ളത്? ഏതാണ് ചേർക്കുക? അഹു എന്ന് പറഞ്ഞാൽ സഹോദരൻ ആണാണല്ലോ. അപ്പോൾ ആണിനെ നമ്മൾ ഹാദ എന്നല്ല ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഹാദ അഹുൻ. ഈ സൈഡിൽ നോക്കൂ, ഉഖ്തുൻ എന്നിവിടെ ഉണ്ട്. ഉഖ്തുൻ. ഉഖ്തു എന്ന് പറഞ്ഞാൽ സഹോദരി, പെണ്ണാണല്ലോ. അപ്പോൾ പിന്നെ താ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താം? ഉഖ്തുൻ സഹോദരി. അതിന് ഹാദിഹി എന്നല്ല എഴുതാം. അപ്പോൾ ഹാദിഹി, ഹാദിഹി ഉഖ്തുൻ എന്നാണ് പറയാം. ഇനി അടുത്ത് നോക്കൂ, കിതാബുൻ. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്. പുസ്തകം പാണോ പെണ്ണാന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് താ ഉണ്ടോ നോക്കുക. ഇവിടെ ലാസ്റ്റ് താ ഇല്ല. അപ്പോൾ നമ്മൾ ഏത് കൊടുക്കും? ഹാദാ കൊടുക്കും. ഹാദാ കിതാബുൻ.
ദിസ് ഈസ് എ ബുക്ക് എന്ന് പറയാം. ഇത് പുസ്തകമാകുന്നു. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കൂ. ത്വാവിലത്തുൻ. ത്വാവിലത്ത് എന്ന് പറഞ്ഞാൽ മേശ എന്നാണ് അർത്ഥം. ഇത് മേശയാകുന്നു എന്നെങ്ങനെ പറയും? മേശ ആണോ പെണ്ണാന്ന് മനസ്സിലാവില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് താ ഉണ്ടോ ഇല്ലേ നോക്കുക. താ ഉണ്ട്, നമ്മളാ പറഞ്ഞ താ ഉണ്ട്, താ ഉണ്ട്. അപ്പോൾ ഹാദിഹി എന്ന് കൊടുക്കണം. ഹാദിഹി ത്വാവിലത്തുൻ. ഇനി അടുത്തത് താഴെ നോക്കൂ. കലമുൻ. കലമുൻ എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണാന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് താ ഉണ്ടോ നോക്കുക. ലാസ്റ്റ് താ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാദാ കൊടുക്കാം. ഹാദാ കലമുൻ. ഇനി ഇപ്പുറത്തെ ഉദാഹരണം നോക്കൂ. സബൂറത്തുൻ എന്നാണ്. സബൂറത്ത് എന്ന് പറഞ്ഞാൽ ബോർഡ്. ഇത് ബ്ലാക്ക് ബോർഡാകുന്നു, ഇത് ബോർഡാകുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബോർഡാണാ പെണ്ണാ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് താ ഉണ്ടോ നോക്കാം. താ ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കാം. ഹാദിഹി എന്ന് കൊടുക്കാം. ഇങ്ങനെ ഓരോ വാക്കുകൾ നമുക്ക് ഹാദാ ഹാദിഹി ഒക്കെ കൊടുത്ത് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.